കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി ICU പീഡന കേസിലെ അതിജീവിതയുടെ സമരം പുനരാരംഭിച്ചു. കോഴിക്കോട് കമ്മീഷണർ ഓഫീസിന് മുന്നിലാണ് സമരം നടത്തുന്നത്. മെഡിക്കൽ കോളേജ് ഗൈനക്കോളജിസ്റ്റ് KV പ്രീതയ്ക്കെതിരെയുള്ള അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടാണ് സമരം നടത്തുന്നത്. ഗൂഗിൾ ചേരുന്നുണ്ട്. ഗൂഗിൾ, ഈ സംസ്ഥാന സർക്കാരിനെതിരെയും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പിനെതിരെയും നിയമപാലകർക്കെതിരെയും തനിക്ക് നേരിടേണ്ടി വന്ന അവഗണനകൾക്കെതിരെ സമരം ശക്തമാക്കുക തന്നെയല്ലേ ചെയ്യുന്നത് അതിജീവിത? അതുതന്നെയാണ് ഈ കഴിഞ്ഞ 21-ാം തീയതി ഇത്തരത്തിലൊരു സമരം നടത്തുകയും അതിൽ മുഖ്യമന്ത്രി ഇടപെടുകയും മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് DGPയുടെ നേതൃത്വത്തിൽ ഈ സമരം ഒത്തുതീർപ്പാക്കാനുള്ള ആ നടപടികളൊക്കെ ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഈ DGP ഈ വിഷയത്തിൽ ഇടപെട്ട് അന്വേഷണ റിപ്പോർട്ട് ഈ 3 ദിവസത്തിനകം അതിജീവിതയ്ക്ക് ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാം എന്ന തരത്തിലുള്ള ആവശ്യമായിരുന്നു മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിനായി ഉത്തരമേഖല IG K. സേതുരാമനെ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് 23-ാം തീയതിയാണ് ഈ സമരം അവസാനിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചത്. എന്നാൽ 3 ദിവസം പിന്നിടുമ്പോഴും ഇത്തരത്തിൽ സമരം അവസാനിപ്പിക്കാനുള്ള നടപടി എത്തുകയോ അല്ലെങ്കിൽ ഈ അന്വേഷണ റിപ്പോർട്ട് കിട്ടുകയോ ചെയ്തിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വീണ്ടും ഈ സമരത്തിനായി അതിജീവിത ഇവിടെ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ IG K. സേതുരാമനെ കാണാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അതിനുശേഷമായിരിക്കും ഈ സമരത്തിലേക്ക് കടക്കുക എന്നായിരുന്നു നേരത്തെ അതിജീവിത അറിയിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ IG കണക്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇവിടെ ഇരുന്നുകൊണ്ട് സമരം 2-ാം ഘട്ടത്തിൽ ആരംഭിച്ചതിന് ശേഷം തന്നെ ഇത്തരത്തിൽ സമരത്തിലേക്ക് കടക്കും, ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ സമരം നടത്തിക്കൊണ്ട് തന്നെ IG കാണാനുള്ള നടപടിയിലേക്ക് കടക്കുമെന്നായിരുന്നു അതിജീവിത നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴെന്തായാലും അതിജീവിത നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ 2-ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നേരത്തെ നൽകിയ ഉറപ്പുകളൊന്നും പാലിക്കാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്താണ് പറയാനുള്ളത്? കഴിഞ്ഞ ദിവസം IG കണ്ടപ്പോൾ 3 ദിവസത്തിനകം റിപ്പോർട്ട് തരാമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് താൽക്കാലികമായിട്ട് സമരം അവസാനിപ്പിച്ചത്. ഇപ്പോൾ 5 ദിവസമായി ഒരു മറുപടിയും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് സമരം തന്നെ ചെയ്യാനാണ് തീരുമാനം. ഈ 5 ദിവസത്തിനിടയിൽ അല്ലെങ്കിൽ 3 ദിവസത്തിനിടയിൽ IG-നെയോ അല്ലെങ്കിൽ മറ്റു ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നോ? ഞാൻ ഫോൺ ചെയ്തിരുന്നു. അപ്പോൾ IG-നെ നേരിട്ട് കാണണം എന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ കാണാൻ ശ്രമിച്ചിട്ടില്ല. അവർ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് മെയിൽ അയക്കാനാണ്, എനിക്ക് മെയിൽ അയച്ച് തരാനാണ് പറഞ്ഞത്. റിപ്പോർട്ട് മെയിൽ മുഖാന്തരം ലഭിക്കുമെന്നാണ് പറഞ്ഞത്. അതെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതുവരെ മെയിലിൽ വന്നിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് സമരം തന്നെ. ഇപ്പോൾ ഇന്നോ അല്ലെങ്കിൽ IG-യെ ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിച്ചിരുന്നോ? അല്ലെങ്കിൽ ഈ സമരം ഞാൻ തുടരാൻ പോവുകയാണെന്ന് പറഞ്ഞിരുന്നോ റിപ്പോർട്ട് ലഭിക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ? ഇല്ല, അതിന്റെ ആവശ്യമില്ലല്ലോ. ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു, എനിക്ക് 3 ദിവസത്തിനകം റിപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ സമരം തുടരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അറിയിച്ചിട്ടുണ്ടോ അവിടെ ഇന്ന് ഞാൻ വീണ്ടും സമരം ആരംഭിക്കുകയാണ് ഇന്ന് അറിയിച്ചിട്ടുണ്ടോ? ഇല്ല, ഇന്ന് അറിയിച്ചിട്ടൊന്നുമില്ല. ഈ രീതിയിലാണ് 3 ദിവസത്തിനകം റിപ്പോർട്ട് ലഭിച്ചില്ല എങ്കിൽ ഇത്തരത്തിൽ സമരം തുടരുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അതിജീവിത പറയുന്നത്. അതിന് പ്രകാരം 5 ദിവസം പിന്നിട്ടു. അതായത് 23-ാം തീയതി ആയിരുന്നു ഈ KV പ്രീതിക്കെതിരെ ഈ ICU പീഡന കേസിൽ ഈ അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തിയ KV പ്രീതിക്കെതിരെ ഇവിടുത്തെ മെഡിക്കൽ കോളേജ് ACP നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് സമരം ആരംഭിക്കുക. ആ റിപ്പോർട്ട് ലഭിക്കാമെന്ന് പറഞ്ഞത് കഴിഞ്ഞ 23-ാം തീയതി ആയിരുന്നു. എന്നാൽ ആ ഉറപ്പ് പാലിക്കാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് അതിജീവിത വീണ്ടും സമരം ആരംഭിച്ചിട്ടുള്ളത്. ഈ റിപ്പോർട്ട് ലഭിക്കാതെ ഇനി ഇവിടെ നിന്ന് പോവില്ല, ഇനി ആരുടെയും വാക്ക് വിശ്വസിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പോവില്ല എന്നാണ് അതിജീവിത ഏതായാലും അറിയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം 2023 മാർച്ച് 18-നാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരുന്നത്. ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിയ അതിജീവിതയെ ICUവിൽ വെച്ച് അവിടുത്തെ അറ്റൻഡറായിട്ടുള്ള ആൾ പീഡിപ്പിക്കുകയായിരുന്നു. തുടർന്ന് അതിജീവിത പരാതി നൽകിയതിനെ തുടർന്ന് അവിടുത്തെ മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജിസ്റ്റായ KV പ്രീതിയായിരുന്നു ഈ അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തിയത്. എന്നാൽ ആ മൊഴിയിൽ താൻ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും രേഖപ്പെടുത്തിയില്ല. തൻ്റെ കാര്യങ്ങൾ മുഴുവനായിട്ടും ഈ KV പ്രീതി രേഖപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മെഡിക്കൽ കോളേജ് പോലീസിൽ ഈ അതിജീവിത പരാതി നൽകുകയായിരുന്നു. ആ പരാതിയുമായി ബന്ധപ്പെട്ട പകർപ്പാണ് അതിജീവിത ആവശ്യപ്പെടുന്നത്. ആ പകർപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരമായ സമരത്തിലാണ് അതിജീവിത 1, 2, 3 ഘട്ടങ്ങൾ കടന്ന് പല രീതിയിലുള്ള സമരവും പല ഇടപെടലുകൾ നടത്തി റിപ്പോർട്ട് ലഭിക്കാൻ ആവശ്യമായി. എന്നാൽ റിപ്പോർട്ടുകൾ ലഭിക്കാത്തൊരു സാഹചര്യമാണ് ഉണ്ടായത്. മനുഷ്യാവകാശ കമ്മീഷനൊക്കെ ഇതിൽ ഇടപെട്ടിരുന്നു. വിവരാവകാശ കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നെങ്കിലും അവിടെ നിന്നും അനുകൂലമായൊരു നടപടി ഉണ്ടായിരുന്നില്ല. തുടർന്നാണ് ഈ കമ്മീഷണർ ഓഫീസിന് മുന്നിലേക്ക് സമരം മാറ്റിയത്. ആ സമരത്തിന്റെ ആദ്യഘട്ടം 6 ദിവസം പിന്നിട്ട സമയത്ത് മുഖ്യമന്ത്രി ഇടപെട്ടു. DGPയെ കൊണ്ട് ഉത്തരമേഖല IG-യോട് ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കാനും 15 ദിവസത്തിനകം റിപ്പോർട്ട് നേടിയെടുക്കാനും പറയുകയുണ്ടായി. അതിന് പ്രകാരം IG-യുമായി അതിജീവിത ചർച്ച നടത്തുകയും 3 ദിവസത്തിനകം റിപ്പോർട്ട് ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാമെന്നും പറയുകയായിരുന്നു. എന്നാൽ അത്തരത്തിലൊരു സമീപനം ഉണ്ടായിരുന്നില്ല. ആ വാക്ക് പാലിക്കാത്തതിനെ തുടർന്നാണ് അതിജീവിത വീണ്ടും കമ്മീഷണർ ഓഫീസിന് മുന്നിൽ സമരം ചെയ്യാനെത്തിയത്. ഇത്തരത്തിൽ റിപ്പോർട്ട് ലഭിക്കാതെ അല്ലെങ്കിൽ ആരുടെയും വാക്ക് വിശ്വസിച്ചുകൊണ്ട് ഇനി ഇവിടെ നിന്നും മാറില്ല എന്നാണ് പറയുന്നത്. ഈ റിപ്പോർട്ട്
റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ ഈ കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ആർക്കെങ്കിലും ഇതിരെ കുറ്റക്കാരായ ആളുകൾക്കെതിരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെങ്കിൽ റിപ്പോർട്ടിലുള്ളത് എന്താണ് എന്ന് തനിക്ക് പൂർണ്ണമായും വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. ആ വിവരം അറിഞ്ഞാൽ മാത്രമേ തുടർ നടപടികളിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. മെഡിക്കൽ കോളേജ് ആശുപത്രി ICU പീഡന കേസിലെ അതിജീവിതയുടെ സമരം പുനരാരംഭിച്ചിരിക്കുകയാണ്. കോഴിക്കോട് കമ്മീഷണർ ഓഫീസിന് മുന്നിലാണ് സമരം നടത്തുന്നത്. നീതി ലഭിക്കും വരെ സമരം തുടരുമെന്ന് തന്നെയാണ് അതിജീവിത ജനടിവിയോട് പ്രതികരിച്ചത്.